നമസ്കാരം ചേട്ടാ, എവിടുന്നാ വരുന്ന വണ്ടി? ഇത് കോട്ടയത്ത് നിന്ന് വരുന്നതാ. കോട്ടയം തിരുവനന്തപുരമാണോ കോട്ടയം കൊട്ടാരക്കരയാണോ? കോട്ടയം കൊട്ടാരക്കര. എപ്പോഴാണ് രാവിലെ എവിടെ നിന്ന് ഇറങ്ങിയേ? 6 മണിക്ക് വിട്ടു അല്ലേ? ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ശമ്പളം കിട്ടുന്നുണ്ട്. KSRTCയിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ശമ്പളം കിട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ എന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലാണ്. നമസ്കാരം ചേച്ചി, വരെ ഒന്ന് വന്നേ, ഇങ്ങോട്ട് വന്നേ, ധൈര്യമായിട്ട് വന്നോളൂ. എന്താ ചേച്ചിയുടെ പേര്? വസന്തകുമാരി. ചേച്ചിയുടെ പേരോ? കാണാറുണ്ടോ ടിവിയില്? സന്തോഷം. അത് ഈ അശുവത്തിന്റെ പുറത്ത് ഞങ്ങൾക്ക് അതിശയം കാണാൻ പറ്റി നേരിട്ട്. ആണോ? താങ്ക് യു. അപ്പൊ ഞങ്ങള് ഓൾമോസ്റ്റ് തീരാറായി. ഇനി 3 മണ്ഡലം കൂടെ ഉള്ളൂ. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? രാവിലെ എത്ര മണിക്ക് വരും? ഞങ്ങൾ 8 മണിക്ക് പഞ്ച് ചെയ്യണം. 8 മണിക്ക് തന്നെ ഇറങ്ങും. എത്ര മണിക്ക് ഇറങ്ങും? 4 മണിക്ക്. വെയിലാവുമ്പം കുറച്ച് ബുദ്ധിമുട്ട്. ഇടയ്ക്കെങ്കിലും ഇപ്പൊ അതാ രാവിലെ ഇറങ്ങി ഇവിടെ തൂക്കാം. രാവിലെ ഇറങ്ങി എല്ലാം ക്ലീൻ ചെയ്തു. നല്ല വൃത്തിയുണ്ട് അല്ലേ ബസ് സ്റ്റാൻഡൊക്കെ അല്ലേ? എങ്ങോട്ട് പോകുന്നു രാവിലെ? അടൂരേക്ക് പോവാണ്. അപ്പൊ ഇപ്പൊ തിരിച്ചു പോവാ വണ്ടി കോട്ടയത്തേക്ക്? ഇപ്പൊ തിരിച്ചു പോവാ. അടൂരോട്ട് പോവാണോ? എല്ലാരും അടൂര് പോവാണോ? അടൂരിന്റെ കല്യാണം ഉണ്ടോ? എല്ലാരും അടൂര്. എന്താ ഗണപതി അമ്പലത്തിൽ വന്നത്? ഞാനുണ്ടായിരുന്നു അവിടെ. ഉണ്ണിയപ്പം കഴിച്ചോ? വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് വലിയ തിരക്കില്ല അല്ലേ? റിപ്പോർട്ടർ ചാനൽ അടൂരോട്ട് വരില്ലേ? അടൂരോട്ട് വന്നു. ഞങ്ങൾ അടൂരായിരുന്നു ഇന്നലെ. ഇനിയിപ്പോ പത്തനംതിട്ടയ്ക്ക് പോവാ. ഓക്കെ, സന്തോഷം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലാണ് നമ്മളുള്ളത്. ഇത് ആനവണ്ടി, ഇത് കുതിരവണ്ടി. രണ്ടും കൂടി എങ്ങനെയുണ്ട്? സൂപ്പർ കോമ്പിനേഷനാ. നമസ്കാരം. എവിടുന്നാ ഇന്ന് എങ്ങോട്ടാ റൂട്ട്? ഇപ്പം നമ്മൾ ശമ്പളം കിട്ടുന്നില്ല കേട്ടോ. ശമ്പളം ഇല്ലേ? KSRTC ശമ്പളമേ ഇല്ല. ശമ്പളം ഇല്ലേ? ശമ്പളം കിട്ടിയത് ഈ ചേട്ടൻ പറഞ്ഞല്ലോ. ശമ്പളം ശമ്പളം കുറവാണോ? ശമ്പളം ഇല്ല. ശമ്പളം കിട്ടിയില്ലേ? പുതിയ മന്ത്രി വന്നതിന് ശേഷം ഞങ്ങൾ പുതിയ പുനരുദ്ധാരണമായ പരിപാടിയിലാണ്. ഞങ്ങളുടെ ശമ്പളം കിട്ടുന്ന പ്രതീക്ഷയില്ല. പക്ഷെ മന്ത്രി അനങ്ങുന്നില്ല ഇപ്പം. പുതിയ ഈ മാസം ശമ്പളം കിട്ടിയില്ലേ? ഫസ്റ്റ് കിട്ടിയില്ലേ? ആണോ? മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. KSRTC മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 13 അപ്പൊ ഈ മാസത്തെ ശമ്പളം കിട്ടിയതേ ഇല്ല. ഈ മാസം ശമ്പളം വന്നിട്ടില്ല, പക്ഷെ ഉടൻ വരും. ആണോ? പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഒരു ഗഡുവായിട്ട് വരും, ഒരുമിച്ച് വരും എന്നുള്ളതാ അല്ലേ? അപ്പൊ ആണോ? ശമ്പളം കിട്ടിയിട്ടില്ല ചേട്ടാ? ശമ്പളം കിട്ടിയിട്ടില്ല. പാളി. എവിടെ വർക്ക് ചെയ്തേ? പഞ്ചായത്ത് പഞ്ചായത്തിലാണ്. എങ്ങനെ ഇവിടെ മണ്ഡലത്തിലൊരു സാധ്യതയൊക്കെ എന്താ? UDF-നാണ്. കൊടിക്കുന്നിൽ സാധ്യതയുണ്ട്. അപ്പം ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആർക്കും അല്ലേ? ഫെബ്രുവരിയിലെ ശമ്പളം കിട്ടിയില്ല. നമുക്ക് ശമ്പളം ഇനി ഒന്നിച്ചു തരുമെന്നാണ് KB ഗണേഷ് കുമാർ സാർ പറഞ്ഞിരിക്കുന്നത്. സാറിന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇതിനകത്ത് ഡ്രൈവർമാർ ആരെങ്കിലും ഉണ്ടോ? ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന്. ശമ്പളം കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ KB ഗണേഷ് കുമാർ പുതിയ പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ്റെ ആശയം ഇഷ്ടമാണോ? പഠിപ്പിക്കാൻ ഇഷ്ടമാണോ? പഠിപ്പിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി അങ്ങോട്ട് മാറ്റിയ ചേട്ടൻ പോവോ? മാറ്റിയാ പോകാൻ തയ്യാറാ. ഡ്രൈവിംഗ് സ്കൂളിലേക്ക് മാറ്റിയാൽ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ വന്ന ആൾക്കാർ എന്തായാലും ചേരും. അത് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല മിടുക്കന്മാരായിട്ടുള്ള ഡ്രൈവർമാരുള്ളത് KSRTCയിലാണ് അല്ലേ? KSRTC ഒക്കെ പോകുന്ന പോക്ക് കാണണം. ചില സമയത്ത് ഇച്ചിരി അപാരമാ, എന്നാലും ആ പ്രൊഫഷൻ കൊണ്ടൊരു വളവുണ്ട്. പക്ഷെ എന്തായാലും മാറ്റം വരണം. പല രീതിയിൽ മാറ്റം വരണം. പ്രതീക്ഷയുണ്ട്. പക്ഷേ പുള്ളി ഇതുവരെ അനങ്ങിയിട്ടില്ല. നമുക്കൊന്ന് പറയാം. ഞാൻ മന്ത്രിയെ എപ്പോഴെങ്കിലും കാണുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ശമ്പളം കിട്ടിയില്ലെന്ന് ചേട്ടൻ കള്ളം പറഞ്ഞു. സീറ്റുകാരനായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോഴുള്ളത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലാണ്. ഇപ്പൊ നല്ല തിരക്കുണ്ടോ? യാത്രാ തിരക്ക് കുറവാണല്ലേ ഇപ്പോ? തിരക്കുണ്ട്. ആളുകളൊക്കെ KSRTC ഒരു ശമ്പളവും കിട്ടത്തില്ല ആർക്കും. അതെ, അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കമന്റ്. അയ്യോ, ഓക്കെ. നമ്മൾ സാധാരണ ആനയുടെ കീഴിൽ കൂടി നടക്കുക എന്ന് പറയുന്ന ചടങ്ങുണ്ട്. അതേപോലെ കുതിരയുടെ കീഴിലൂടെ നടത്താം. ഈ ക്ഷേമ പെൻഷനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ? 7 മാസമായിട്ട് മുടങ്ങി കിടക്കുക. അതെന്താണ് കൊടുക്കാത്തത്? അത് കൊടുക്കാത്ത സംസ്ഥാന സർക്കാർ പറയുന്നു അവരുടെ കയ്യിൽ പൈസ ഇല്ല, കേന്ദ്രം തരുന്നില്ല. ഇപ്പൊ കേന്ദ്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. അതിപ്പോ 1 മാസത്തെ കിട്ടും. ഇരിക്കുന്നിടത്തോളം കാലം കിട്ടത്തില്ല. ഇവിടെ മണ്ഡലം ആര് വന്നാലും ഗണേഷ് ഇപ്പൊ നല്ല കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഗണേശെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കടം ഒരുപാട് കിടക്കുവാണ്. അത് വീട്ടിൽ എടുക്കാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതെ, 7 മാസത്തെയായി പെൻഷൻ, വിധവ പെൻഷൻ. എത്ര വയസ്സുന്ന അമ്മമാര് പോലും വെച്ചെടുക്കുന്നു. മരുന്ന് വാങ്ങാൻ പോലും നിവർത്തിയില്ലാതെ ചെറുപ്പക്കാർക്കാണ് എവിടെയും കഷ്ടപ്പെടുത്തി വയ്ക്കുക. വയസ്സുന്ന അമ്മമാർ എവിടെ ചെന്ന് കഷ്ടപ്പെടും?
വേറെ വരുമാനവും ഇല്ലാത്തവര് ഒരു വരുമാനമില്ലാത്ത എത്രയോ പേര് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. 2 മാസത്തെ പെൻഷൻ കിട്ടിയ സമാധാനാവൂ? 2 മാസം കിട്ടിയാലും സമാധാനാവും. എന്നാലും ഒരു പ്രത്യേകം ഇത് 7 മാസത്തെ ഉണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 7 മാസത്തെ പെൻഷൻ തന്നിരിക്കട്ടെ സർക്കാർ, അപ്പൊ സർക്കാരിനുള്ള പിണക്ക് മാറുമോ? പിണക്കം മാറുന്നതിന്റെ അല്ലല്ലോ, നമുക്ക് അർഹതപ്പെട്ടതല്ലേ, ഓരോരുത്തർക്കും അർഹതപ്പെട്ടതാണ്, അത് സർക്കാർ കൊടുക്കണം. അങ്ങനെ തന്നെയാണോ? പെൻഷൻ കിട്ടുന്നുണ്ടോ ഇപ്പോ? ഇല്ല ഇല്ല. ആണോ? പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ 7 മാസമായല്ലോ, ആർക്കും കൊടുത്തില്ലല്ലോ. കൊടുത്തില്ല പ്രശ്നമായി അല്ലേ? അപ്പൊ അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും അല്ലേ? പെൻഷൻ കിട്ടാതെ ഞങ്ങളെ പോലെയുള്ളവർ ഞങ്ങൾ എന്ത് ചെയ്യണം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് കിട്ടാനുള്ള അർഹത ഉള്ളതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതാണ് കൊട്ടാരക്കര. ഓരോ മാസം അടുത്ത മാസം എന്ന് പറഞ്ഞ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. 2 മാസം കൊടുക്കും, കാരണം ഇലക്ഷൻ വരുന്നതുകൊണ്ട് 2 മാസം കൊടുക്കും. ആൾക്കാരൊക്കെ പ്രീതി പറ്റാൻ വേണ്ടി 1 മാസം കൊടുക്കും. ഇപ്പൊ പറയുന്നത് ഒരു മാസത്തെ കൊടുത്തിട്ട് പിന്നെ എല്ലാ മാസവും ഓരോ മാസത്തെ വീതം കൊടുക്കാമെന്നാ പറയുന്നത്. അന്നേരം പിന്നെ 5-6 മാസത്തെ പെൻഡിങ് ഇങ്ങനെ കിടക്കും. വീട്ടിൽ ഇങ്ങനെ കിടക്കും അല്ലേ? അതിന് അവസാനം സർക്കാർ 6 മാസം ഒരുമിച്ച് കൊടുക്കും. അതായത് ഓക്കെ. അപ്പോൾ വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ടു. അപ്പോൾ നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി ഫസ്റ്റ് ഗിയർ ഇട്ട് ചലിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലാണ്. കൊട്ടാരക്കര ലോങ് ട്രിപ്പ് ഓടി വന്നൊരു ബസ്സുണ്ട്. എവിടുന്നാണ് വന്നേ? ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുന്ന ബസ്സാണ്. രാജഹംസ പോലെ അല്ലേ, കേരള സ്റ്റേറ്റിൻ്റെ നല്ല നമ്മുടെ KSRTCയുടെ ഈ സൂപ്പർ ലക്ഷറി ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ ബസ്സുകളാണ്. ഇത് സ്വിഫ്റ്റ് അല്ല, ഇത് KSRTC ആണ് കേട്ടോ.